എല്ലാവർക്കും ഷമിലാസ് ടേസ്റ്റി റെസിപ്പിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നൊസ്റ്റാൾജിക് ആയ ഒരു സ്വീറ്റാണ് തയ്യാറാക്കുന്നത്, പാൽക്കോവ. കുട്ടിക്കാലത്ത് പാൽക്കോവ കഴിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. അത് നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താലോ, അവർക്കും ഒരുപാട് ഇഷ്ടം. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അര കപ്പ് RKG ഒഴിച്ചു കൊടുക്കാം. അര കപ്പ് RKG ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു കപ്പ് മൈദപ്പൊടി നമുക്ക് കുറച്ചായി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങളിത് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഒരു ടൈറ്റൊക്കെ പോയി ഏകദേശം ഒരു ക്രീം രൂപത്തിലായിട്ടുണ്ട്. അതേപോലെ ഒരു യെല്ലോയിഷ് കളറും വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടാറാൻ വേണ്ടി നമുക്കിത് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ പാൽഗോവ തയ്യാറാക്കാനുള്ള നമ്മുടെ മൈദയും RKG ഒഴിച്ച മിക്സ് ചൂടാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽപ്പൊടിയും RKGയും അതേപോലെ ഏലക്ക പൊടിയും ഒക്കെ ആയതുകൊണ്ട് നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് പഞ്ചസാര പൊടിച്ചതാണ്. 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറച്ചായി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കൈവച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഞാൻ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇതേപോലുള്ള ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് RKG അതിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് ഒന്ന് തടയി കൊടുക്കാം. നെയ്യ് തടവിയ പാത്രത്തിലേക്ക് നമുക്ക് പാൽഗോവ മിക്സ് ഇട്ടിട്ട് ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നല്ല അമർത്തി തന്നെ പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോവും. അങ്ങനെ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെച്ചെടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് ഞാൻ ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബോക്സ് ഒന്ന് റിമൂവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നൊസ്റ്റാൾജിക് സ്വീറ്റായ പാൽക്കോവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.